ഓറൽ കോൺട്രസെപ്റ്റീവ് പിൽസ്, 21 ഡേ പിൽസ് എന്ന് കോമൺലി കേട്ടിട്ടുണ്ടാവും. അത് നമ്മൾ കോൺട്രസെപ്ഷനായിട്ട്, പ്രഗ്നൻസി ബർത്ത് കൺട്രോൾ പിൽസ് ആയിട്ട് വളരെ കോമൺലി യൂട്ടിലൈസ് ചെയ്യുന്ന ഒരു ബ്യൂട്ടിഫുൾ ഇന്നോവേഷനാണ്. ബേസിക്കലി അത് റെഗുലർലി എടുക്കുമ്പോൾ അതിൽ ഈസ്ട്രജനും പ്രൊജസ്റ്റിനും ആണ് ഉള്ളത്. അത് കണ്ടിന്യൂസ് ആയിട്ട് എടുക്കണം. നമ്മൾ ഡെയിലി ഒരേ ടൈമിൽ എടുക്കണം. ഇടയ്ക്ക് ഒരു പില്ല് മിസ്സാവുകയാണെങ്കിൽ നമ്മളൊരു ബാക്കപ്പ് കോൺട്രസെപ്ഷൻ യൂട്ടിലൈസ് ചെയ്യണം. കാരണം ഇത് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസ്ട്രോജനും പ്രൊജസ്ട്രോണും കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ എടുക്കുമ്പോൾ ഒരു എഗ്ഗ് ഡെവലപ്പ് ചെയ്യുന്നതിനെ ബ്ലോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കോൺട്രസെപ്ഷന് വേണ്ടി മാത്രമല്ല, നമ്മൾ ഫോർ എക്സാമ്പിൾ PCOSലുള്ള ആക്നെ സിംറ്റംസ് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ വളരെ ഹെവി ആയിട്ടുള്ള പീരിയഡ്സ് ഉള്ളവർ, അല്ലെങ്കിൽ വളരെ പെയിൻഫുൾ പീരിയഡ്സ് ഉള്ളവരിലൊക്കെ ഇത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നതാണ്. എന്ന് വിചാരിച്ചാൽ ഇത് എല്ലാവർക്കും സ്യൂട്ടബിൾ അല്ല. സോ ടേക്ക് ഇറ്റ് ഓൺലി ആഫ്റ്റർ മീറ്റിംഗ് വിത്ത് യുവർ ഡോക്ടർ. ഫോർ എക്സാമ്പിൾ, ഒരു 35 ഇയേഴ്സിന് മേളിലുള്ള ആളാണ് നിങ്ങൾ, സിഗ്നിഫിക്കൻറ്റ് സ്മോക്കിംഗ് ഹിസ്റ്ററി ഉണ്ട്, അല്ലെങ്കിൽ അൺകൺട്രോൾഡ് ബ്ലഡ് പ്രഷേഴ്സ് ഉള്ളവരാണ്, അല്ലെങ്കിൽ കോംപ്ലിക്കേറ്റഡ് ഡയബറ്റീസ് ഉള്ളവരാണ്, ഈവൻ ബ്രസ്റ്റ് ക്യാൻസറിന് ഹൈ റിസ്ക് ഉള്ളവർ, ആൻഡ് വെരി ഇമ്പോർട്ടൻ്റ്ലി എന്തെങ്കിലും ക്ലോട്ടിംഗ് റിസ്ക് ഫാക്ടേഴ്സ് ഉള്ളവരാണ്, എന്തെങ്കിലും സ്ട്രോക്ക് പോലത്തെ ഇഷ്യൂസ് വന്നിട്ടുള്ളവരാണ്, ഹാർട്ട് ഇഷ്യൂസ് ഉണ്ടെങ്കിലൊക്കെ, അല്ലെങ്കിൽ ലിവർ ഇഷ്യൂസ് ഉണ്ട്, അവരിലൊന്നും ഇത് സ്യൂട്ടബിൾ അല്ല. ഓർ ഈവൻ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് മൈഗ്രെയിൻ വരുന്ന ആളാണെങ്കിലും ഇത് കുറച്ച് പ്രസിപ്പിറ്റേറ്റ് ചെയ്തേക്കാം. സോ ഒരു ഡോക്ടറിനെ കണ്ട് ഡിസ്കസ് ചെയ്തതിന് ശേഷം മാത്രം ഇത് സ്റ്റാർട്ട് ചെയ്യാം. പക്ഷേ ദിസ് ഇസ് ഡെഫിനറ്റ്ലി എ വെരി യൂസ്ഫുൾ ഡ്രഗ് ടു യൂസ്.